വാർഷിക ഇൻക്രിമെന്റ് നിരക്ക് വർദ്ധിപ്പിക്കേണ്ടതിന്റെയും ഒരു നിശ്ചിത ഘട്ടത്തിൽ DA അടിസ്ഥാന ശമ്പളവുമായി ലയിപ്പിക്കേണ്ടതിന്റെയും ആവശ്യകത ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും സംഘടനകൾ 8ാം ശമ്പള കമ്മീഷന് തങ്ങളുടെ ശുപാർശകൾ സമർപ്പിച്ചിരിക്കുകയാണ്. ഉയർന്ന വാർഷിക ഇൻക്രിമെന്റും DA ലയനവും ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളത്തിലെ വർധനവ് വേഗത്തിലാക്കും എന്നതാണ് നിർദ്ദേശത്തിന് പിന്നിലെ കാരണം. വാർഷിക ഇൻക്രിമെന്റ് നിരക്ക് വർദ്ധിപ്പിക്കേണ്ടതിന്റെയും ഒരു നിശ്ചിത ഘട്ടത്തിൽ DA അടിസ്ഥാന ശമ്പളവുമായി ലയിപ്പിക്കേണ്ടതിന്റെയും ആവശ്യകത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും സംഘടനകൾ ഇപ്പോൾ 8ാം ശമ്പള കമ്മീഷന് തങ്ങളുടെ ശുപാർശകൾ സമർപ്പിച്ചിരിക്കുകയാണ്. ഉയർന്ന വാർഷിക ഇൻക്രിമെന്റും DA ലയനവും ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളത്തിലെ വർധനവ് വേഗത്തിലാക്കും എന്ന് തന്നെയാണ് നിർദ്ദേശത്തിനു പിന്നിലെ വ്യക്തമായ കാരണം. ഇത് ശമ്പള സ്കെയിലിൽ താഴെയുള്ള തട്ടിലുള്ളവർക്ക് ആശ്വാസം നൽകുന്നതാണ്. നിലവിലെ 3% വാർഷിക ഇൻക്രിമെന്റ് നിരക്ക് പ്രകാരം ലെവൽ 1-ൽ ഉൾപ്പെടുന്ന ഒരു ജീവനക്കാരന്റെ 18,000 രൂപ എന്ന അടിസ്ഥാന ശമ്പളം ഒരു പതിറ്റാണ്ട് കൊണ്ട് 23,486 രൂപയായി ഉയരാൻ സാധ്യതയുണ്ട്. ഇതിനു പുറമെ അവർക്ക് DA, വീട്ടുവാടക അലവൻസ്, യാത്രാ അലവൻസ് എന്നിവയും ലഭിക്കും. ഇതിൽ DAയും DHRയും അടിസ്ഥാന ശമ്പളവുമായി ബന്ധിപ്പിച്ചിട്ടുള്ളവയാണ്. എന്നാൽ യാത്രാ അലവൻസ് സ്ഥിരമായ ഒന്നാണ്. DA 50% എത്തുമ്പോൾ മാത്രമേ അതിൽ വർധനയുണ്ടാകൂ. ഉയർന്ന വാർഷിക ഇൻക്രിമെന്റും DAയുടെ ലയനവും അടിസ്ഥാന ശമ്പളത്തിലും മൊത്തം ലഭിക്കുന്ന തുകയിലും വലിയ വർധനവിന് തന്നെ കാരണമായേക്കും. 7% വാർഷിക ഇൻക്രിമെന്റ് നിരക്കും DA 25% എത്തുമ്പോൾ അത് അടിസ്ഥാന ശമ്പളവുമായി ലയിപ്പിക്കുകയും ചെയ്താൽ വെറും 7 വർഷത്തിനുള്ളിൽ അടിസ്ഥാന ശമ്പളം ഇരട്ടിയാകുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ പ്രധാന സംഘടനയായ നാഷണൽ കൗൺസിൽ ഓഫ് ജോയിന്റ് കൺസൾട്ടേറ്റീവ് മിഷനറി 8ാം ശമ്പള കമ്മീഷന് സമർപ്പിച്ച നിവേദനത്തിൽ 6% വാർഷിക ഇൻക്രിമെന്റ് നിർദ്ദേശിക്കുന്നുണ്ട്. ഇന്ത്യൻ റെയിൽവേ സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ, പ്രഗതിശീൽ, ശിക്ഷക് ന്യായ് മഞ്ച് തുടങ്ങിയ സംഘടനകൾ DA 50% എത്തുമ്പോൾ അടിസ്ഥാന ശമ്പളവുമായി ലയിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആവശ്യങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ 2.1 എന്ന ഫിറ്റ്മെന്റ് ഫാക്ടർ, 7% വാർഷിക ഇൻക്രിമെന്റ്, അടിസ്ഥാന ശമ്പളത്തോടൊപ്പം 25% DA ലയിപ്പിക്കൽ എന്നിവയിലൂടെ ഒരു ജീവനക്കാരന്റെ അടിസ്ഥാന ശമ്പളം 7 വർഷത്തിനുള്ളിൽ ഇരട്ടിയാകാനുള്ള സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.